ഹലോ, 2 ദിവസമായിട്ടാ വിചാരിക്കണു സായന്റെ വീട്ടിലേക്ക് പോണെന്ന്. ഉമ്മാടെ അനീത്തിയാണ് ഈ സായാന്റി. സായാന്റിയുടെ വീടിവിടെ അടുത്ത് തന്നെയാട്ടാ, ആനിക്കാട്. ആദ്യം നമുക്ക് അമ്മച്ചിയുടെ വീട്ടിൽ പോയിട്ട് അമ്മച്ചീനും കൂട്ടിട്ട് വേണ്ട നമുക്ക് സായന്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പൊ പോണ വഴിക്ക് പഴവും മാമ്പഴമൊക്കെ കണ്ടപ്പോ അത് മേടിച്ചുട്ടാ. എന്നിട്ട് ഞങ്ങൾ നേരെ അമ്മച്ചിയുടെ വീട്ടിലേക്കാണ് പോയത്. അമ്മച്ചിയുടെ വീടാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കട്ടാ. അവര് പെയിന്റ് ഒക്കെ അടിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഞങ്ങളവിടെ കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞെന്ന് അമ്മച്ചിനെയും കൂടി സായന്റെ വീട്ടിലേക്ക് പോയി. ഞാനാണ് ഈ കാന്താരിമുളക് അന്വേഷിച്ചോണ്ടിരിക്കുന്നട്ടാ. അപ്പൊ അമ്മച്ചിയുടെ വീട്ടിൽ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ ഉമ്മച്ചി എനിക്ക് കുറച്ച് പറിച്ചു തന്നു. പിന്നെ ഇതാട്ടോ അമ്മച്ചിയുടെ മോൻ. അമ്മച്ചിക്ക് 2 മക്കളുണ്ട്. ഒരാൾ ഇവിടെ ഇല്ല, ഒരാൾ പുറത്താ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി സായന്റെ വീട്ടിലേക്ക് പോയി. അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ചുള്ളൂ സായന്റെ വീട്ടിലേക്ക്. സായാന്റി പുതിയ വീട് വെച്ചുള്ളൂ. ഞാൻ പ്രസവിച്ചു തന്ന സമയത്തുണ്ടെങ്കിൽ പ്രതാമസത്തിന് പോകാൻ പറ്റിയില്ല. ഞാൻ ഈ വീട്ടിൽ ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളൂ. ഒരു ദിവസം രാത്രി സായന്റിനെ കൊണ്ടുവിടാൻ വന്നപ്പോ ഒന്ന് കയറി. ഇപ്പോഴാട്ടോ വീടൊന്ന് വ്യക്തമായിട്ട് കാണണേ. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ഭയങ്കര ഉറക്കായിട്ടാ. പിന്നെ ഞങ്ങൾ എല്ലാവരും ചായയും ജ്യൂസൊക്കെ കൂടി ചുമത്ത് പോയിരുന്ന് കുറെ നേരം വർത്താനം പറഞ്ഞുട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോ സായന്റി ചിക്കൻ കറി നല്ല ചൂടപ്പം ഉണ്ടാക്കി തന്നെ. സത്യം പറഞ്ഞ എനിക്ക് അപ്പം ഭയങ്കര ഇഷ്ടമായിട്ടാ. ഞാൻ അപ്പം അങ്ങനെ കഴിക്കണ ആളല്ല. ഞാൻ 4 അപ്പം കഴിച്ചുട്ടാ. പിന്നെ പത്തിരി ഉണ്ടായിരുന്നുട്ടാ. ഞാൻ പത്തിരി അങ്ങനെ കഴിച്ചില്ല. അപ്പം കഴിച്ചപ്പോ എന്റെ വയറ് ഫുള്ളായേ. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി കുറച്ചേരം കൂടി വർത്താനം പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അമ്മച്ചീടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വേണ്ട നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ അമ്മച്ചീനെ അവിടെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. പോനെ വയ്ക്കും ഉമ്മാക്ക് ചെരുപ്പ് മേടിക്കാണ്ടായിരുന്നുട്ടാ. അത് ഞങ്ങൾ ചെരുപ്പ് മേടിക്കാൻ കയറി. എന്നിട്ട് ചെരുപ്പ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ട്ടാ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം.